ഒരു നല്ലയപ്പൻ്റെ ചാവരുളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറ പിതാവ് ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ ചേന്നങ്കരി ഇടവകക്കാർക്കും കേരള സമൂഹത്തിനുമായി എഴുതി നൽകിയിട്ട് 150 വർഷങ്ങൾ പൂർത്തിയാകുന്ന നാളുകളാണിത്. ഈ നാളുകളിൽ 40 ഖണ്ഡങ്ങൾ മാത്രം അടങ്ങുന്ന ഈ ചാവരുൾ 1.5 നൂറ്റാണ്ടുകൾക്കുള്ളിൽ കേരളത്തിൻ്റെ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകിയ ക്രമവും ചട്ടവും അനുസരിച്ച് ഈ കുടുംബങ്ങൾ ജീവിച്ച വഴികളിൽ ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭ വിശ്വാസ സമൃദ്ധി ആഘോഷിക്കുകയാണ്. വിശുദ്ധ ചാവറ പിതാവ് നൽകിയ ഈ ഉപദേശങ്ങളിൽ മക്കളെ വളർത്തുന്നതിന് വേണ്ടി എന്ന രീതിയിൽ 16 ഉപദേശങ്ങളും കുടുംബങ്ങൾ മാതാപിതാക്കളും സഹോദരങ്ങളും അയൽപക്കക്കാരും ഒക്കെയായുള്ള ബന്ധങ്ങളെക്കുറിച്ച് 24 ഉപദേശങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ മക്കളെ വളർത്തുന്നതിന് വേണ്ടി നൽകിയ ഉപദേശങ്ങളിൽ 4-ാമത്തെ ഉപദേശം വളരെ വിശിഷ്ടമായൊരു ഉപദേശമാണ്. അതാണ് ഇന്ന് ചാവരുളിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണവന്മാർ അറിഞ്ഞിരിക്കേണ്ടവ എന്ന തലക്കെട്ടിൽ ചാവറ പിതാവ് പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഉപദേശമാണിത്. അച്ഛനമ്മമാരുടെ മുറിയിൽ മക്കളെ കിടത്തരുത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നതിനും അനുവദിക്കരുത്. സ്വഭാവത്താൽ അവർക്ക് അറിവില്ലാത്തത് പിശാച് അവരെ പഠിപ്പിക്കും. 150 വർഷം മുമ്പ് എഴുതിയ ഈ വാക്കുകൾ ഈ കാലത്തോട് ഇന്ന് എത്രമാത്രം ശക്തമായി സംവദിക്കുന്നു എന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ സുപ്രധാനമായ ഈ ഒരു എപ്പിസോഡിലേക്ക് കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സഭാജീവിതത്തിലും നിർണായകമായ ഇടപെടലുകൾ നടത്തുന്ന വിശിഷ്ട അതിഥികളാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. നമുക്കിന്ന് ഈ ഒരു എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന അതിഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇടുക്കി രൂപതയിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സൺസിനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച നയിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ജിജി അച്ഛനെ ഉൾപ്പെടെ നമ്മൾ അതിഥികളെ ഒന്ന് പരിചയപ്പെടുകയാണ്. ജിജി അച്ഛ ഒന്ന് സ്വയം പരിചയപ്പെടുക. ഞാൻ ഇടുക്കി രൂപതയിൽ നിന്നാണ് വരുന്നത്. ഇടുക്കി രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രമായ ക്രിസ്തുജ്യോതിയുടെ രൂപത ഡയറക്ടറാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ വടക്കേൽ, ജിജി അച്ഛൻ എന്ന് വിളിക്കുന്നുണ്ട്. വിമലഗിരി എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള രൂപതയുടെ അടുത്തുള്ള 450ഓളം വരുന്ന കുടുംബങ്ങളുള്ള ഒരു ഇടവകയുടെ വികാരിയായിട്ട് കൂടെ ശുശ്രൂഷ ചെയ്യുന്നു. സാറേ പരിചയപ്പെടാം. ഞാൻ ജോയ് മാത്യു എന്നാണ് പേര്. ഇടുക്കി രൂപതയിൽ നെടുങ്കണ്ട ഇടവകയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ജനിച്ചു വളർന്നത് പെരിഞ്ചാങ്കുട്ടി എന്ന് പറയുന്ന കുടിയേറ്റ ഗ്രാമത്തിലാണ്. 10 വർഷം വാഴത്തോപ്പ് കത്തീഡ്രൽ ഇടവകയിൽ അംഗമായിരുന്നു. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നെടുങ്കണ്ടത്തേക്ക് താമസം മാറിയത്. മഹാത്മാഗാന്ധി സർവകലാശാലയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസറാണ്. 20 വർഷമായി രൂപതയുടെ റിസോഴ്സ് രംഗത്തുണ്ട്. യുവജനങ്ങൾക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പരിശീലനം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം നെടുങ്കണ്ടം സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. രൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ അംഗമാണ്. ഈ മതബോധനത്തിൻ്റെ കോർ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദമ്പതികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും സഞ്ചരിക്കുക, സംസാരിക്കുക, കേൾക്കുക, അവരെ പ്രചോദിപ്പിക്കുക, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ മേഖല എന്ന് പറയാം. എൻ്റെ പേര് റോബിൾ പി മാത്യു. എൻ്റെ സ്വദേശം ഇടുക്കി തന്നെയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് കാഞ്ഞൂർ, എറണാകുളം അങ്കമാലി രൂപത കാഞ്ഞൂർ ഇടവകാംഗമാണ്.
ഇവിടെ 12ാം ക്ലാസ്സിൽ കാറ്റഗിസം അധ്യാപകനാണ്. ബൈ പ്രൊഫഷൻ ഞാൻ IT മേഖലയിൽ കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് IT കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. ദീർഘകാലം കേരളത്തിന് വെളിയിലായിരുന്നു. 2011 നാട്ടിൽ വന്ന് തിരിച്ച് സെറ്റിലാകുന്നത്. അവിടെ ഇടുക്കിയിൽ ആകസ്മികമായിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവരിൽ നിന്ന് നേരിട്ട് അറിഞ്ഞിട്ടാണ് അവർക്ക് നല്ലൊരു ദിശാബോധം അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാട് അവർക്ക് ലഭിക്കുന്നില്ല എന്ന തോന്നലിൽ നിന്ന് ആരംഭിച്ച ശുശ്രൂഷയാണ്. അപ്പം ധാരാളം സ്കൂളുകളിൽ മാതാപിതാക്കന്മാർക്കും കുട്ടികൾക്കും ടീച്ചേഴ്സിനുമുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നു. സന്തോഷം. നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് ഒരു നല്ല കയ്യടിയോടെ നമുക്ക് സ്വാഗതം ആശംസിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കാനും നമ്മുടെ സംവദിക്കാനുമായിട്ട് കടന്നു വന്നിരിക്കുന്നത് കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്നും കല്ലാനോട് ഇടവകയിൽ നിന്നുമുള്ള നമ്മുടെ സ്നേഹിതരാണ്. ശാലോം TV-യുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ചാവരുൾ എന്ന കുടുംബ ദർശനത്തെ ഇന്ന് നമ്മുടെ അതിഥികളായി വന്നിരിക്കുന്ന സെബാസ്റ്റ്യനും റൂബിൾ മാത്യു സാറും ജോയ് മാത്യു സാറും എപ്രകാരമാണ് കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഗുണകരമായി ഉപയോഗിച്ചത് എന്ന് അവരുടെ അനുഭവത്തിലൂടെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. വേദപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതീ യുവാക്കൾക്കും കുടുംബജീവിതം നയിക്കുന്നവർക്കും എല്ലാവർക്കും ഗുണകരമായി അവരെങ്ങനെ ഈ ചാവരുളിനെ പകർത്തി എഴുതി ഇടുക്കി രൂപത ഇന്ന് ഒരു വിശ്വാസ നവീകരണത്തിൻ്റെ വഴികളിൽ ഏറെ മുൻപോട്ട് പോയി. അതിന് കാരണം ഈ ചാവരുളിൻ്റെ ഈ പകർത്തി എഴുത്താണ് എന്ന് ഇവർ 3 പേരും സാക്ഷിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു പകർത്തെഴുത്ത് ഈ ചാവരുൾ അവർക്ക് നൽകുവാൻ എങ്ങനെയൊരു അവസരമുണ്ടായി? ജിജി അച്ഛനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ചാവരുളുമായി കൂടുതൽ പരിചയപ്പെടുകയും എടുക്കുകയും ചെയ്യുന്നത്? ചാവരുൾ നേരത്തെ വായിച്ചു കേട്ടുള്ള പരിചയമായിരുന്നു. ചാവറപ്പിതാവിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന സന്ദർഭം വന്നപ്പോൾ വീണ്ടും അത് ഒരു പുനർവായനയ്ക്ക് അവസരം വന്നു. അച്ഛൻ റോമിൽ വിശുദ്ധ പ്രഖ്യാപന അതിന് പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിനു മുമ്പ് ഞാൻ ചെറുപുഷ്പം മിഷൻ ലീഗിൻ്റെ ഡയറക്ടറായിരുന്നു. ആ സമയത്ത് കലണ്ടറുകൾ അടിച്ച് എല്ലാ ഭവനങ്ങളിലും കൊടുക്കുന്ന ഒരു പതിവ് ഇടുക്കി രൂപതയ്ക്കുണ്ടായിരുന്നു, മിഷൻ ഞായറിനോടനുബന്ധിച്ച്. അപ്പോൾ എൻ്റെ ചിന്ത പോയത് ഈ കലണ്ടറിലൊരു പടം മാത്രമാണ്, പടത്തിൽ നിന്ന് എന്തെങ്കിലും ചിന്ത കിട്ടണം. അതുകൊണ്ട് ഇത് പല സ്ഥലങ്ങളിലും ബാർബർ ഷോപ്പിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ ഈ കലണ്ടർ തൂക്കിയിടും. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കും ഈ പടം മാത്രം കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല, എന്തെങ്കിലും സന്ദേശങ്ങൾ കിട്ടണം എന്നാഗ്രഹിച്ചിരുന്നപ്പോൾ ഈ ചാവരുള് കാണാനായിട്ട് ഇടയായി. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു 12 കുഞ്ഞു സൂക്തങ്ങളാക്കി എഴുതി ആ കലണ്ടറിൽ അടിച്ചു. അപ്പോൾ ആ വർഷം ഞാൻ കൊടുത്ത നിർദ്ദേശം അതിനകത്ത് വർഷം വെക്കേണ്ട, കാരണം വർഷം വെച്ചാൽ ആ വർഷം കഴിയുമ്പോൾ കലണ്ടർ എടുത്ത് കളയും. അപ്പോൾ കലണ്ടർ പിന്നെ അവിടെ കിടക്കട്ടെ, അത് കേടാകുന്നതോടെ വരെ അവിടെ കിടക്കട്ടെ, അത്രയും നാൾ ഈ സന്ദേശങ്ങൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് സന്തോഷകരമായിട്ട് തോന്നുന്നത് ചില ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഈ സൂക്തങ്ങൾ അടങ്ങിയ കലണ്ടറുകൾ ഇന്നും ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാം. അപ്പോൾ വെറുതെ ആളുകൾ ഇരിക്കുമ്പോഴും വല്ലപ്പോഴെങ്കിലും ആ സൂക്തങ്ങൾ എടുത്ത് വായിക്കും. ഒരു ചിന്തയെങ്കിലും ഒരു മനസ്സിൽ ചെന്നാൽ അത് രൂപീകരണത്തിന് കാരണമാകുമല്ലോ എന്നാണ് വിചാരിച്ചത്. പ്രധാനമായിട്ടും ഒരു ആളെ സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ വണങ്ങാൻ അനേകം വിശുദ്ധരുടെ കൂട്ടത്തിൽ ഒരു തിരുസ്വരൂപം കൂടെ വയ്ക്കുക എന്നുള്ളതല്ലല്ലോ അതിൻ്റെ ഉദ്ദേശം. പ്രത്യേക ചില കാര്യങ്ങൾ സമൂഹത്തെ, സഭയെ, ലോകത്തെ പ്രചോദിപ്പിക്കുന്നതിനും മാതൃകയാകുന്നതിനും വേണ്ടിയിട്ടാണ് ഒരു വിശുദ്ധനെ സഭ പ്രഖ്യാപിക്കുന്നത്. സഭ പറയുന്നത് പോലെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടവർ മാത്രമല്ല വിശുദ്ധരുള്ളത്, അനേകം വിശുദ്ധരുണ്ട്. അതിൽ ചിലരെ സഭ ഉയർത്തി പ്രതിഷ്ഠിക്കുന്നു എന്നേ ഉള്ളല്ലോ. അപ്പോൾ ചാവറപ്പിതാവിനെ ഉയർത്തി പ്രതിഷ്ഠിക്കുമ്പോൾ എന്തായിരിക്കും ചാവറപ്പിതാവിന് നമ്മളോട് പറയാനുള്ളത് എന്നുള്ള ചിന്ത അത് പകർത്തി എഴുതണം. അപ്പോൾ അതിലൂടെയാണ് വിശുദ്ധൻ്റെ വണക്കം പൂർത്തിയാകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇടയായത്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, പ്രവാചകനായി അംഗീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം, നീതിമാനെ നീതിമാനായിട്ട് അംഗീകരിക്കുന്നവർക്ക് നീതിമാൻ്റെ പ്രതിഫലം. അതൊരു കണക്കില്ലാത്ത പ്രതിഫലമാണ്. ഒരാളെ പ്രവാചകനാണെന്ന് അംഗീകരിച്ച പ്രവാചകന് കൊടുക്കുന്ന അതേ പ്രതിഫലം നമുക്ക് കിട്ടും എന്നാണല്ലോ വചനം പറയുന്നത്. അപ്പോൾ ചാവറപ്പിതാവിനെ വിശുദ്ധനായിട്ട് അംഗീകരിക്കുമ്പോൾ ചാവറപ്പിതാവിന് കിട്ടുന്ന പ്രതിഫലം ഏറ്റുപറയുന്ന എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
വിശുദ്ധനെ വണങ്ങുക എന്ന് പറയുമ്പോൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രവാചകനെ പ്രവാചകനായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എടുത്ത നിലപാട്, പ്രവാചകൻ്റെ ദർശനങ്ങൾ, പ്രവാചകൻ്റെ വാക്ക്, ജീവിതം നമ്മൾ മാതൃകയായി സ്വീകരിക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇരുമ്പ് സാധനം തീയിൽ വെച്ചാൽ അത് സാവധാനം അത് തീക്കഷ്ണം പോലെ ആയിത്തീരും എന്നുള്ളത് പോലെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്നവർ വിശുദ്ധരായിട്ട് തീരണം എന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാവറപ്പിതാവിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ചാവറപ്പിതാവിൻ്റെ ദർശനങ്ങൾ, ചാവറപ്പിതാവിൻ്റെ ജീവിതം, ധീരത, വിശുദ്ധി വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഒക്കെ ഉള്ളത് ഈ കാലഘട്ടം സ്വീകരിച്ചാലേ അത് വിശുദ്ധനെ വണങ്ങുന്നതിന് കാരണമാവുകയുള്ളല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ചാവരുൾ നമ്മളുടെ കാലഘട്ടത്തിന് വേണ്ട വിധം അത് പകർത്തി എഴുതി കൊടുക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായത്. അതിനെ സഹായിച്ച വിശിഷ്ട ആളുകളാണ് ജോയി പ്ലാത്രയും റോബിൾ സാറും സിസ്റ്റർ ബീന, സീജ എന്നിവരൊക്കെ. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ 2 പെങ്ങന്മാരെ ചാവറപ്പിതാവ് തന്നെ സ്ഥാപിച്ച സന്യാസിനി സഭയിൽ 1866 ചാവറപ്പിതാവ് കേരളത്തിൽ ആദ്യമായി വനിതകൾക്ക് വേണ്ടി സ്ഥാപിച്ച സന്യാസിനി സഭ CMC സന്യാസിനി സഭയിൽ ഒരു പെങ്ങൾ CMC എന്താണ് CMC സിസ്റ്റർ പേര്? ജിസാറാണി CMC സഭയിലും സിസ്റ്ററാണ്. സിസ്റ്റർ അമല DSS നമ്മുടെ സഭയിൽ സിസ്റ്റേഴ്സാണ്. ഒരുപക്ഷെ എന്താണ് CMC സഭയിലുള്ള സഹോദരി സ്വാധീനിച്ചിട്ടുണ്ടാവാൻ മേലാഴിയില്ല. തീർച്ചയായിട്ടും. അച്ഛന് പിന്നെ ആദ്യം കലണ്ടറിലൂടെ അത് ചാവരുൾ സന്ദേശം രൂപതയിൽ പങ്കുവച്ചു. ഈ പിന്നെ പുതിയൊരു മതബോധന പരിശീലനത്തിൽ അതെങ്ങനെയാണ് അച്ഛൻ ഉപയോഗിച്ചത്? നമുക്കറിയാം ഈ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് തന്നെ പരിശീലന കാലഘട്ടമാണല്ലോ. പരിശീലിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് സ്കൂളിൽ വെച്ച് ഏറ്റവും വിഷമം ഉണ്ടായിരുന്ന ടീച്ചർ എന്ന് പറയുന്നത് കണക്ക് ടീച്ചറാണ്. കാരണം ഗുണനപ്പട്ടിക പഠിപ്പിക്കുക, കണക്കിൻ്റെ ബാല്യകാലങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതിൽ ഒരു വിട്ടുവീഴ്ചയും ആ ടീച്ചർ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമമുള്ളതും ഏറ്റവും കൂടുതൽ കണക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ കുട്ടികൾക്ക് ഏറ്റവും വിഷമമുള്ളത് കണക്ക് ടീച്ചറിനോടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സന്നദ്ധമാവുകയില്ല. കാരണം ഗുണനപ്പട്ടിക കൃത്യമായിട്ട് പഠിപ്പിച്ചാൽ, അത് പഠിച്ചാൽ ഭാവിയിൽ എന്ന് ചെയ്യുന്ന കണക്കും ശരിയായിരിക്കും. ഗുണനപ്പട്ടികയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന കണക്ക് എത്രമാത്രം ആത്മാർത്ഥതയോടെ ചെയ്താലും എത്ര പ്രായമായാലും ഗുണനപ്പട്ടി ശരിയല്ലെങ്കിൽ കണക്ക് തെറ്റും. എനിക്ക് തോന്നുന്നു ചാവറപ്പിതാവ് തന്നത് കുടുംബങ്ങൾക്കുള്ള ഗുണനപ്പട്ടികയാണ്. അതുകൊണ്ട് ചാവറപ്പിതാവ് പറഞ്ഞ ആ കാര്യങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയാൽ ഏത് കുടുംബം ഏത് സംസ്കാരത്തിലുള്ളതാണെങ്കിലും എവിടെയാണെങ്കിലും അത് വിജയം വരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ ചാവറപ്പിതാവ് പകർന്നു തന്ന എഞ്ചുവടിയാണ് ഈ ചാവരുൾ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യതയോടുകൂടി ഒന്ന് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് പകർന്നു നൽകാനുള്ള ശ്രമം വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കാൻ എനിക്ക് പ്രചോദനം തരുന്നത്. വെരി ഗുഡ്. നല്ലൊരു പ്രയോഗമാണ്. കത്തോലിക്ക അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബ ജീവിതത്തിൻ്റെ എഞ്ചുവടിയാണ്, കണക്ക് ബുക്കാണ് ചാവരുൾ എന്നുള്ളൊരു ദർശനം ഇമ്മാനുവൽ സെബാസ്റ്റ്യൻ്റെ നല്ല ഒരു ദർശനമാണ്. സാറിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സാറെങ്ങനെയാണ്? യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് ഇടുക്കിയിലെ CMC സന്യാസിനി സമൂഹത്തോടാണ്. ഞാൻ അല്പമൊക്കെ എഴുതും, പ്രസംഗിക്കും. അത് ജിജി അച്ഛനാകുന്ന കാലം മുതൽ, അതിന് മുന്നേ മുതൽ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഞാൻ അമ്മ മാസികയിലൊക്കെ ചെറിയ ലേഖനങ്ങൾ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ചാവറ ക്വിസ് എന്ന പേരിൽ ഒരു ക്വിസ് നടത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഇടുക്കി രൂപതയിൽ CMCയിലെ മദേഴ്സ് സിസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചാവറയച്ചനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് സമഗ്രമായ രൂപതാ തലത്തിലുള്ള ഒരു ക്വിസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ അച്ഛനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ആഴത്തിൽ പഠിച്ചിട്ടില്ല, കാര്യമായി വായിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് വിഷമിക്കേണ്ട, ഞങ്ങൾ സഹായിക്കാം. ഒരാളുടെ കയ്യിൽ ഒരു 2 ബാഗ് നിറയെ പുസ്തകങ്ങളാണ് ചാവറയച്ചൻ എഴുതിയതും ചാവറയച്ചനെ പറ്റി എഴുതപ്പെട്ടതും ഒക്കെ ആയിട്ട് തന്നുവിടുന്നത്. അപ്പോൾ എനിക്ക് ഏതാണ്ട് 1 മാസത്തെ കഠിന പ്രയത്നമാണ് അച്ഛൻ്റെ പുസ്തകങ്ങളിലൂടെ മുഴുവൻ കടന്നു പോവുകയും വായിക്കുകയും. എനിക്കത് വലിയ ദൈവാനുഗ്രഹം, വലിയൊരു വെളിച്ചമായിരുന്നു എന്ന് പറയാം. അതൊരു കാര്യമാണ്. രണ്ടാമത് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടുക്കി രൂപതയിൽ ഒരു അടുക്കും ചിട്ടയും മതബോധനത്തിനകത്ത് കൊണ്ടുവരാനായിട്ട് ഈ സെബാസ്റ്റ്യൻ അച്ഛനൊത്തിരി, ജിജി അച്ഛനൊത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ചിട്ട എന്ന് പറയുന്നത് മതബോധനത്തിന് PTA രക്ഷാകർതൃ സമ്മേളനം നിർബന്ധമായിട്ടും നടത്തിയേ തീരൂ എന്നുള്ള ഒരു നിലപാട് അച്ഛനെടുത്തു.
PTA നടക്കാറുണ്ട്. അത് ഏതെങ്കിലും ഇടവകയിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തോന്നിയാൽ ആരെയെങ്കിലും വിളിച്ച് ഒരു ക്ലാസ് എടുത്തു. അച്ഛൻ അതിനൊരു നിയതമായ രൂപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ ഇനീഷ്യേറ്റീവ്. അപ്പോൾ അതിനകത്ത് അച്ഛൻ ചെയ്തത് AKCCയിൽ പെട്ടവർ, മിഷൻ ലീഗിൽ പെട്ടവർ, KCYM പെട്ടവർ, അങ്ങനെ സംസാര പാഠവുമുള്ള നേതൃത്വ ശേഷിയുള്ള ആൾക്കാരുടെ ഒരു 40ഓളം പേരുടെ ഒരു ടീമിനെ എടുക്കുകയും 2012 മുതൽ അവർക്ക് പരിശീലനം കൊടുത്തു. ഒരു വിഷയത്തിൽ ഒരു തീം, ഒരു വർഷം ഒരു തീം, അതിൽ പരിശീലനം കൊടുത്ത് എല്ലാവരും ഒരേ വിഷയം പറയണം എന്നുള്ള രീതിയിൽ ഇടവകകളിലേക്ക് അച്ഛന്മാർക്കൊക്കെ ലിസ്റ്റ് അയച്ചു കൊടുക്കും. ഇത്ര പേര് ഞങ്ങളുടെ കയ്യിലുണ്ട്, അപ്പോൾ ഈ ക്ലാസ് PTA സമ്മേളനം നടത്തണം, അതിനാവശ്യമുള്ള ആൾക്കാരുടെ ഫോൺ നമ്പർ സഹിതം രൂപതയുടെ ബുള്ളറ്റിനകത്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. 2012 ഞാൻ തന്നെ എഴുതിയൊരു കുഞ്ഞു പുസ്തകമാണ് ആദ്യമായിട്ട് അച്ഛൻ കൗമാരക്കാരുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ബുക്ക്, 80 പേജ്. 2013 സീറോ മലബാർ സഭ തന്നെ പുറത്തിറക്കിയ മാതാപിതാക്കളും വിശ്വാസ പരിശീലനം എന്ന് പറയുന്ന ഒരു വലിയ ബുക്ക്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സാധനത്തിനൊക്കെ ഈ റോബിൾ സാർ ഇതിൻ്റെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ സ്ലൈഡുകൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ടീമിന് സ്ലൈഡുകൾ ഉണ്ടാക്കി CD-യിലാക്കി ലാപ്ടോപ്പിലാക്കി കൊടുത്തുവിട്ട് അവരത് പോയി ഓഡിയോ വിഷ്വൽ ആയിട്ട് തന്നെ ചെയ്യുമായിരുന്നു. 2014 വലിയൊരു ആശയക്കുഴപ്പമാണ്. ഈ വർഷം എന്താണ് തീം, ഈ വർഷത്തെ തീം എന്താണ്? അപ്പോൾ ചാവറ പിതാവിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപന വർഷമാണ്. അതിൻ്റെ 2 മാസം മുന്നെയാണ് ഈ ചാവറ ക്വിസിന് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പല വിഷയങ്ങളും ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ 100-150 വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ചാവറ പിതാവ്. വളരെ ചെറിയ ക്യാപ്സ്യൂൾ പരുവത്തിൽ, പക്ഷേ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ എടുക്കാം എന്നുള്ള ഒരു ചിന്ത അവിടെ വരികയാണ്. പക്ഷെ അതിനകത്ത് വലിയ ഒരു ഒബ്ജക്ഷൻ ഉന്നയിച്ചത് റോബിൾ സാറാണ്. സാർ പറഞ്ഞത്, ഈ 150 വർഷം മുമ്പത്തെ ഭാഷ, ചാവറ പിതാവ് എഴുതിയിരിക്കുന്ന ഈ ഭാഷ ഇന്ന് എത്ര പേര് ഇതിനെ വായിക്കും? കാര്യം ചെറുതാണ്, എല്ലാം ചെറുതാണ്, പക്ഷേ എത്ര പേര് ഇതിനെ ഗൗരവമായിട്ട് വായിക്കും? ഞങ്ങൾ തമ്മിലിരുന്ന് തർക്കിക്കുകയും, ഞങ്ങളതിനെ നൈറ്റ് വിജിൽ എന്നാണ് വിളിക്കാറുള്ളത്, ഞങ്ങളിരുന്ന് തർക്കിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും തർക്കങ്ങൾ ഉന്നയിക്കുകയും, ചിലപ്പോൾ അത് ഒരു വൈകുന്നേരം 6 മണിക്ക് ഇരുന്നാൽ വെളുപ്പിന് 2 മണി 3 മണി 4 മണി വരെ നീളുന്ന ഇരിപ്പുകൾ ഞങ്ങളങ്ങനെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതെല്ലാം രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ സാർ അരിശം വന്നപ്പോൾ പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യ്, ഒരു 35 വയസ്സുള്ള വീട്ടമ്മയുടെ കയ്യിൽ പിതാവിൻ്റെ ഈ ചാവറുകൾ കൊണ്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് വായിച്ച് തീർക്കാൻ പറയും. അവർ വായിക്കുമെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ പോരാ. അപ്പോൾ അത് അദ്ദേഹം തന്നെ പരീക്ഷിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രീമതിക്ക് അത് വായിക്കാൻ കൊടുത്തിട്ട് 2 പേജിനപ്പുറത്തേക്ക് ആ വായന പോയില്ല. അപ്പോൾ ഇത് ആൾക്കാർ സ്വീകരിക്കണമെങ്കിൽ പിതാവിൻ്റെ തനിമ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല, എന്നാൽ ആൾക്കാർക്ക് ഇത് കിട്ടുകയും വേണം എന്നുള്ളൊരു വലിയ ആഗ്രഹം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചതാണ്, കാലഘട്ടത്തിന് അനുരൂപമായ രീതിയിൽ പിതാവിൻ്റെ വചനങ്ങളൊന്നും മാറാതെ തന്നെ അതിനെ അതേപടി നിലനിർത്തിക്കൊണ്ട് അതിന് ചില പാരാഫ്രൈസ് എഴുതി ചേർക്കുക, ചിന്തിക്കാൻ പറ്റുന്ന, ആനുകാലികമായിട്ട് ഇതെങ്ങനെ ആപ്ലിക്കബിൾ ആണെന്ന് ചിന്തിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും പ്രായോഗികമായിട്ട് എങ്ങനെ, നമ്മളെപ്പോഴും പ്രസംഗത്തിൽ മുഴുവൻ ഇങ്ങനെ ആശയങ്ങൾ വിട്ടുകൊണ്ടേയിരിക്കും, പക്ഷേ ഒരിക്കലും പ്രായോഗികമായിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറയാറില്ല. അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി അതിനകത്ത് ഉണ്ടാവണം. വളരെ ലളിതമായ പുസ്തകമായിട്ടാണ് ഇത് പുറത്തിറങ്ങിയത്, പക്ഷേ വലിയ സ്വീകാര്യത ഇതിനുണ്ടായി എന്നുള്ളതാണ്. എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ഏറ്റവും നല്ല നിർവചനം ജിജി അച്ഛൻ തന്നെയാണ് ഒരു ഇടവകയിൽ പറയുന്നത് കേട്ടത്. നമ്മളൊരു TV-യോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് മാത്രമേ ആ സാധനം, അത് വായിച്ച് പഠിച്ചിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പോകും, കേടായി പോകും. അപ്പോൾ കുടുംബം എന്ന സംവിധാനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് മാനുവൽ 150 വർഷം മുമ്പ് ചാവറയച്ചൻ എഴുതിയതാണിത് എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ജിജി അച്ഛൻ ഇത് പരിചയപ്പെടുത്തിയത്. സത്യത്തിൽ വലിയ ഹൃദയ സന്തോഷവും അഭിമാനം, ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പോലും ഈ ഇത്തിരി പോകുന്ന പുസ്തകത്തിൻ്റെ പേരിലാണെന്നുള്ളത് വലിയ അഭിമാനം തരുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ തന്നെയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുക. റോബിൾ സാർ എങ്ങനെയാണ് ചാവറുകളുമായിട്ട് ഇടപെട്ടത്? ഏത് രീതിയിലാണ് അതുകൊണ്ടുള്ള ഒരു സന്തോഷം ജീവിതത്തിലുണ്ടായത്? സത്യത്തിൽ ഇതിൻ്റെ പിന്നിലൊരു പരാജയത്തിൻ്റെ കഥ കൂടിയുണ്ട്. 2013 കുടുംബത്ത് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ സാധാരണ മാതാപിതാക്കന്മാർ നല്ലതെന്ന് കരുതി ചെയ്യുന്ന, കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന തിന്മകളുണ്ട്, അത് കുഞ്ഞുങ്ങളുടെ ഫോർമേഷനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് കുട്ടികളെ കൃത്യതയോടുകൂടി എങ്ങനെ ചിട്ടയും ക്രമവും ഉണ്ടാക്കാം, ഏത് പ്രായത്തിൽ അവരെ കൊണ്ട് എന്ത് തരത്തിലുള്ള ജോലികൾ ചെയ്യിപ്പിക്കാം, ഏത് തരത്തിൽ അവരെ കൂട്ടത്തിൽ കൂട്ടി നമ്മളിൽ ഒരാളായിട്ട് വളർത്താമെന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം 21ഓളം ചെറിയ പോയിന്റുകൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാവരളിൽ ചാവറയച്ചൻ എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നോ അതെന്താണെന്നറിയാതെ അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾ തലേ വർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് കൊടുത്തു വിട്ടു, പക്ഷേ അത് കാര്യമായിട്ടുള്ള ഫലം കണ്ടില്ല.
അപ്പോൾ ജോയ് സാർ എന്നെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്, സാറേ നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് രാത്രി മുഴുവൻ നൈറ്റ് വിജിൽ നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങൾ 150 വർഷം മുമ്പ് ചാവറച്ചൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചാവരുകൾ എനിക്കൊരു കോപ്പി വായിക്കാൻ തരിക. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാനും അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ റീഇൻവെൻറ്റിങ് ദ വീൽ എന്ന് പറയുന്നത് പോലെ ചക്രം പുതുതായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇടുക്കി രൂപത കഷ്ടപ്പെടുകയാണ്. ഓൾറെഡി ചക്രം 150 വർഷം മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റൊന്നും ഞങ്ങൾ ആലോചിച്ചില്ല, ഇതിനെ എടുക്കുക, കാലഘട്ടത്തിലെ മാതാപിതാക്കന്മാരെ വ്യക്തമായിട്ട് ഇത് ബോധ്യപ്പെടുത്തുക. അപ്പം സത്യത്തിൽ വലിയ തിരിച്ചറിവ് എന്താണെന്ന് പറയുക, ചാവരുകൾ വായിച്ചു കഴിയുമ്പോഴത്തേക്കൂടെ ഇതിൽ 50% പോലും രൂപത റിസോഴ്സ് ടീം അംഗമായിട്ട് എൻ്റെ വീട്ടിൽ നടപ്പാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. അതുകൂടാതെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ സംസാരിക്കുമ്പം വേറൊരു കാര്യം തെളിഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടുംബ രൂപീകരണത്തിൻ്റെ മാനുവൽ എന്നുള്ള രീതിയിൽ ജിജി അച്ഛൻ വിശേഷിപ്പിച്ച ചാവരുൾ നിങ്ങളെപ്പോലെ ഇത്രയും സമർപ്പണ ബോധത്തോടുകൂടി സഭയുടെ മതബോധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്രയും കാലം അപരിചിതമായിരുന്നു എന്നുള്ളത് കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും. അല്ല, അതിനകത്ത് പിന്നെ CMI സഭാംഗങ്ങളായ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ എന്താ പറയുക, കൃത്യവിലോപം അല്ല, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇത് ആരെയും കുറ്റപ്പെടുന്നതല്ലോ. പക്ഷെ ഇതിപ്പോൾ ഒരു പുതിയൊരു വെളിച്ചമായിട്ടാണ് ഇടുക്കി രൂപതയിലെ ഈ ഒരു ടീം, ഈ ഒരു മതബോധന ടീം ഇത് കൊണ്ടുവരുന്നത്. അതായത് ഈ ഒരു പരസ്യം ഉണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ കയ്യിൽ ഇത്രയും വലിയൊരു നിധി ഇരിക്കുമ്പോൾ നമ്മളിത് അന്വേഷിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് കണ്ടെത്തേണ്ട വൈകിപ്പോയി. 10, 20, 40 വർഷം മുൻപേ നമ്മളിത് നമ്മുടെ ചട്ടമായും ക്രമമായും കൊണ്ടുവരേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും അത് CMI സഭയുടെ എന്നല്ല, നമ്മളുടെ എല്ലാവരുടെയും വീഴ്ചയാണ് എന്നുകൂടി ഏറ്റു പറയുന്നതിനകത്ത്. ഇതിപ്പോൾ നമ്മളൊരു പോസിറ്റീവ് മൂഡിലേക്ക് കാര്യങ്ങൾ വരികയാണല്ലോ. റോബർട്ട് സാറിനെ തുടരാം. നമ്മൾ പിന്നെ ഇതൊരു കാലത്തിൻ്റെ ഒരു ആവശ്യമായി വരുവാണ്. ഇപ്പോൾ കാലം മാറി, കുടുംബജീവിതത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. കുടുംബ ബന്ധങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ഇതിന് നിങ്ങളുടെ ഈ ഒരു അനുഭവ വിവരണത്തിന് ശേഷം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ ഇന്ന് ഏറ്റവും തീവ്രമായ രീതിയിൽ നമ്മുടെ കുടുംബത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സദസ്സിൽ ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. സാറിന് തുടരാം, സാറ് പറഞ്ഞ കാര്യങ്ങൾ. സത്യത്തിൽ അച്ഛൻ പറഞ്ഞ നമുക്ക് വീഴ്ച വന്നു എന്ന് പറയുന്നില്ലേ, അതിനോട് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഉള്ളത്. കാരണം നമുക്ക് വീഴ്ച വരികയില്ലാത്ത തരത്തിൽ ഇത് നമ്മുടെ കുടുംബങ്ങളിൽ സ്ഥാപിതമായിരുന്നു. അല്ല, അത് മാത്രമല്ല, ചാവരുളിൻ്റെ ലക്ഷക്കണക്കിന് കോപ്പികൾ ഇതിനോടകം തന്നെ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഓൾറെഡി നേരത്തെ തന്നെ എത്തിയിരിക്കുന്നതാണ്. ഇവിടെ അച്ഛൻ പ്രശ്നം വന്നത് ഇത് കോപ്പി വായിച്ചത് മനസ്സിലാക്കുന്നതിലുപരി, ഇപ്പം എൻ്റെ അമ്മയുടെ തറവാട് മാന്നാനത്താണ്, ചാവറേച്ചൻ്റെ സ്വന്തം നാട്. അപ്പം മാന്നാനത്തൊക്കെ ഉള്ള വീടുകളിൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു കൾച്ചറിൽ തന്നെ ചെറുപ്പത്തിൽ എന്നെയൊക്കെ ഫോം ചെയ്യുമ്പം ഈ ചാവരുളിൽ പറയുന്ന പല കാര്യങ്ങളും കുടുംബത്തിൽ ഓൾറെഡി ഇംപ്ലിമെൻറ്റഡാണ്. എൻ്റെ അമ്മ ചാവരുൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ ഫാമിലി സ്ട്രക്ചർ. അത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. വന്നത് എന്താണ്, കഴിഞ്ഞ ഒരു 15-20 വർഷത്തെ മാധ്യമ തള്ളിക്കയറ്റത്തിൽ, കുടുംബങ്ങളുടെ മാധ്യമ സ്വാധീനത്തിൽ നമ്മൾ വീട്ടിൽ ചേർത്ത് പിടിച്ചിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവാണ്. അതൊന്നും പോസിറ്റീവ് പേരൻറ്റിങ്ങിൻ്റെ ഭാഗമല്ല. ശിക്ഷണം കൊടുക്കാൻ പാടില്ല, കുഞ്ഞുങ്ങളുടെ ഭക്ഷണം ഒരു നേരം മുടക്കാൻ പാടില്ല, ശിക്ഷണം പോലും പാടില്ല എന്നുള്ളതാണ്, പരിശീലനം പോലും പാടില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഇന്നത്തെ പോക്ക്. അപ്പം അവിടെ വന്ന് ഞങ്ങളുടെയൊക്കെ തലമുറയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കാർന്നവന്മാർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പഴഞ്ചൻ സ്റ്റൈല്. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളവരും പ്രത്യേകിച്ചും വിദേശങ്ങളിൽ പോയൊരു കുടുംബാംഗം അവിടെ കണ്ടേച്ച് കൊണ്ടുവന്ന് തിരിച്ചിവിടെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതേപടി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നൊരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ നാട് മാറിയപ്പോൾ ഈ വിലയേറിയ ചാവരുളുകൾക്കുള്ള പ്രാധാന്യം കുടുംബങ്ങളിൽ നിന്ന് പതിയെ പടിയിറങ്ങി. അതിനുശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനെ ഫോം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വരുമ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ തന്നത് കൊടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ല ഉള്ളത്. അപ്പം സത്യത്തിലൊരു ഞങ്ങളുടെ ഒരു വേദന എന്തെന്നറിയോ, ഞങ്ങളിപ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് മാതാപിതാക്കന്മാർ പറയും മക്കളനുസരിക്കും. അപ്പം ഞങ്ങളുടെ കാലത്ത് മക്കൾ പറയും മാതാപിതാക്കന്മാരനുസരിക്കും. അപ്പം ഞാൻ കളിയാക്കി പറയാറുണ്ട്, അന്നും ഇന്നും നമുക്ക് നല്ല അനുസരണയാണ്. ഇന്നത്തെ വർത്തമാന കാലത്തിൽ മാതാപിതാക്കൾ വ്യാഖ്യാനിച്ചു കൊടുക്കാതെ തന്നെ മക്കൾക്ക് വ്യാഖ്യാനിച്ച് കിട്ടുന്നു. മുൻ തലമുറകളിൽ കുട്ടികൾ അനുസരിക്കുക എന്നുള്ളത് ഒരു നിർബന്ധ കാര്യം എന്ന രീതിയിൽ അവർ പരിശീലിച്ചിരുന്നു. ഇന്ന് കുട്ടിത്തം എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ല. അവസാനത്തെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഈ കുഞ്ഞ് വളരുന്നത് ആദ്യത്തെ കുഞ്ഞ് വളർന്നതിൻ്റെ 10 ഇരട്ടി വേഗതയിലാണ്. ഗേൾ ഫ്രണ്ടോ എനിക്കില്ലല്ലോ, അതെന്തോ കുറവാണല്ലോ. ഞങ്ങളുടെ കൊച്ചിന് ഞങ്ങളുടെ ഇടയ്ക്ക് കിടക്കാതെ ഞങ്ങളുടെ കൊച്ചിന് ഉറക്കം വരില്ല, കാരണം ഒറ്റ കുഞ്ഞെ തമ്പുരാൻ തന്നിട്ടുള്ളൂ. ആർക്കും അതിന് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ലാത്ത അവസ്ഥ. ഇതൊക്കെ ന്യായമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ
നമ്മുടെ സ്വന്തം വീടിനുള്ളിൽ അപരിചിതരാൽ നയിക്കപ്പെടുകയും ആ അമ്മയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മക്കളെ വളർത്തൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ബ്രദറും ഞാനുമാണ് കമ്പനി. 3 വയസ്സായ കൊച്ചു പറയണതായത് ഞങ്ങളാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോണത് ചേട്ടായിനെയാണ്. രക്ഷാകർത്താക്കളുടെ സമ്മേളനങ്ങളിൽ പോകുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു പൊതു ചോദ്യം, നിങ്ങളുടെ കുട്ടിയുടെ ലൈംഗികത ആരംഭിക്കുന്ന ഏത് പ്രായത്തിൽ?